الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കയും പരിസരവും ഹാജിമാരെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ്, വിശ്വാസികളാണ് നാഥൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ നാടുകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ കൊല്ലവും എന്ന പോലെ ഇക്കൊല്ലവും ഈ വർഷവും
ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടും ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടുമെല്ലാം യാത്ര ചോദിക്കുന്ന തിരക്കിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹിക്കുവാനുള്ള അവരുടെ ആ ആഗ്രഹം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ യാത്ര അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹജ്ജ്, അവർ നിർവഹിക്കാൻ പോകുന്ന ഹജ്ജും ഉംറയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ യാത്രയാണ് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. ആദ്യന്തം ആയാസകരവും ക്ലേശപൂർണവുമായ യാത്രയാണെങ്കിലും ആ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ആ ലക്ഷ്യബോധം അവരെ ആഹ്ലാദഭരിതരാക്കും. നമുക്കറിയാം, യാത്ര എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട യാത്രയാണ്. ഇവിടെ ഈ പരിസരം ഒന്നും അല്ലല്ലോ, കാതങ്ങളകലെയാണ്. പണ്ടുകാലങ്ങളിലൊക്കെ ആളുകൾ പോയിരുന്ന യാത്ര ഒരു യാത്രയായിരുന്നു. തിരിച്ചു വന്നാൽ വന്ന് എന്ന രീതിയിലുള്ള യാത്രകളായിരുന്നു അന്നത്തെ യാത്ര. ഇന്നിപ്പോൾ കാലം പുരോഗമിച്ചപ്പോൾ യാത്ര എളുപ്പമായി വരുന്ന സംവിധാനങ്ങൾ, അതായത് വിമാനം പോലുള്ള യാത്രാ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഈ മണിക്കൂറുകൾ കൊണ്ട് ആ ഭൂമിയിൽ, പുണ്യഭൂമിയിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുടുംബത്തെയും നാടിനെയും എല്ലാം വിട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണത്. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ കുറേ പ്രയാസങ്ങളും ഒക്കെ ഉള്ളതാണ്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് നമസ്കാരം പോലെ എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് നിർവഹിച്ച് പോരുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഹജ്ജ് എന്ന് പറഞ്ഞ്. ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ മക്കയിൽ നിന്നും അറഫ നിൽക്കുന്നത് 22 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ അകലങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് എളുപ്പം സാധിക്കണമെന്നില്ല. കുറേ പ്രയാസങ്ങളൊക്കെ അതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വരും, ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി, ഞാൻ അതെല്ലാം മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ അതിന് പുറപ്പെടാനെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപക്കറകൾ കഴുകിക്കളഞ്ഞ് നിർമ്മല ശിശുവായി തിരിച്ചു വരാനുള്ള ആഗ്രഹവും സ്വർഗപ്രവേശനം സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുമായിരിക്കും ഓരോ ഹജ്ജ് യാത്രികനെയും മതിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. തൻ്റെ പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെടുന്ന ഒരു യാത്രയായതുകൊണ്ടാണ്, ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഓരോ ഹാജിയും ആ പുണ്യഭൂമിയെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ഒരു യാത്രയാണ് ഹജ്ജിനെ സംബന്ധിച്ച്, ഒരു യാത്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ സംബന്ധിച്ച് പറഞ്ഞത് അത് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് എന്ന്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ വേഗം തിരിച്ചു വരിക, വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് യാത്രയും പ്രയാസം നിറഞ്ഞതാണ്.
നമ്മളൊന്നും അങ്ങോട്ട് പോയി പുറത്ത് പോയി തിരിച്ചു പോയി എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ഓരോ യാത്രയും നടത്തുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ യാത്രയെ സംബന്ധിച്ച് അതൊരു ഒരു ശിക്ഷയാണ്, ശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഇപ്പോൾ യാത്ര പുറപ്പെടുന്ന വ്യക്തി ഹജ്ജ് യാത്രക്കൊക്കെ ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഹജ്ജിന് പോകുന്ന വ്യക്തികൾ അല്ലാതെ തന്നെ ഒരു യാത്ര ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറുകയാണ് എങ്കിൽ തന്നെയും അവിടെയും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഹജ്ജിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അയാൾ ഒരു വല്ല ബാധ്യതയും സാമ്പത്തികമായ ബാധ്യതയൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ ആ സാമ്പത്തിക ബാധ്യത, അത് കടം ഒക്കെയാണ് എങ്കിൽ അത് അവധി എത്തിയ കടമാണെങ്കിൽ അത് തീർത്തു കൊടുത്തിട്ട് വേണം ഹജ്ജിന് പോകാൻ. ഇനി അവധി എത്താത്ത കടമാണെങ്കിലോ, അവധി എത്തിയിട്ടില്ല എങ്കിൽ അതിനുള്ള സംവിധാനം കൂടി ചെയ്തുകൊണ്ട് വേണം ഒരു ഹാജി നാട്ടിൽ നിന്നും പുറപ്പെടേണ്ടത്. കടം എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്, ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല കടം എന്ന് പറയുന്നത്. ചിലർ ഓടി നടന്ന് കടം മേടിക്കുന്നത് കാണാം, ഓടി നടന്ന് കൊടുക്കണ്ടല്ലോ, അങ്ങനെ എന്തെല്ലാം കൃത്രിമത്വം ആ വിഷയത്തിൽ കാണിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. വളരെയധികം വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേടിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ ഒന്നാണ് കടം ഇടപാട് നടത്തുക എന്ന് പറയുന്നത്. രക്തസാക്ഷിയുടെ ആ സ്വർഗപ്രവേശനം പോലും തടഞ്ഞു വെക്കപ്പെടുമെന്ന് കടമുണ്ട് എങ്കിൽ. ഒരു രക്തസാക്ഷിക്ക് വലിയ പദവികളും അനുഗ്രഹങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ കടമുള്ള ആളാണെങ്കിൽ ആ കടത്തിന്റെ പേരിൽ അയാൾ അവിടെ ആ രക്തസാക്ഷി തടഞ്ഞു വെക്കപ്പെടുമെന്ന്, അത് ആ കടം കൊടുത്തു തീർത്താലല്ലാതെ അയാൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ, ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പ്രവാചകൻ ആ സദസ്സിനോട് ചോദിക്കും, ഈ മയ്യത്തിന് വല്ല കടവുമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ നമസ്കരിക്കുക, ഞാൻ നമസ്കരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ മാറി നിൽക്കുമെന്ന്. നോക്കുക, ഒരു മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ആ മയ്യത്തിന് കടമുണ്ടെങ്കിൽ പ്രവാചകൻ മാറി നിന്നിട്ട് മറ്റുള്ളവർ നമസ്കരിക്കുക. പ്രവാചകൻ ആ മയ്യത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം വന്നു. ആ പ്രാർത്ഥനയ്ക്കൊരു എന്തുണ്ട്, ഒരു വിലയും നിലയും അർത്ഥവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടമുള്ള ആളാണ് എങ്കിൽ പ്രവാചകൻ മാറി നിൽക്കുകയാണ്, എന്നിട്ട് മറ്റുള്ളവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക. ഇനി ആ കൂട്ടത്തിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അപ്പോൾ നമസ്കരിക്കും. ഇനി പ്രവാചകൻ തന്നെയും ചിലരുടെ കടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മയ്യത്ത് നമസ്കരിച്ചതായും ഒക്കെ റിപ്പോർട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അത് കടത്തിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ എന്നാണ്, കടമിടപാടിനെ സംബന്ധിച്ചുള്ള ആയത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്നത്. ഒരു പേജ് അങ്ങനെ തന്നെയാണ്, ഏതാണ്ട് 15 വരിയാണത് ഉള്ളത്, 15ഓളം വരിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂഹു വൽയക്തുബ് ബൈനകും എന്ന് തുടങ്ങുന്ന ആ ആയത്ത് വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം എന്ന് അവസാനിക്കുന്ന അങ്ങനെയുള്ള വലിയ ഒരായത്താണ് ആയത്തുദ്ദൈൻ, കടത്തിന്റെ ആയത്ത് എന്ന. ഖുർആനിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിഷയം ആയതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ അത് വ്യവസ്ഥാപിതമായിട്ട് കൃത്യമായിട്ട് ആ കടം എഴുതി വെക്കണമെന്നും അതിന് സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്നും നമുക്കറിയാമല്ലോ. കടത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ.
ആരെങ്കിലുമായിട്ട് കടപിടപാട് നടത്തിയാൽ അത് വാക്കാലെയാണ് എങ്കിൽ അത് തള്ളിപ്പോകുന്ന എത്രയോ കേസുകളുണ്ട്. ആര് സാക്ഷി, ആര് വാങ്ങിച്ചു, രേഖയുണ്ടോ എന്നൊക്കെ വന്ന് ചോദിച്ചാൽ ഒരു രേഖയുമില്ല. വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തതാണ്. അയാളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായിരുന്നു, അതുകൊണ്ട് അത് നടത്തിയതാണ്. പക്ഷേ മനുഷ്യനാണല്ലോ, ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സമ്പത്തിന്റെ പേരിൽ, ഇടപാടിന്റെ പേരിൽ എത്രയോ ആളുകൾ വിശ്വാസ വഞ്ചനകൾ നടത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ വ്യക്തമായിട്ടാണ് ആ വിഷയത്തെ കണക്കിലെടുത്തിട്ടുള്ളത്. അത് കൃത്യമായി എഴുതി സൂക്ഷിച്ച്, സാക്ഷികൾ ഉൾപ്പെടെ 2 സാക്ഷികൾ വേണമെന്ന്, 2 സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായിട്ട് കടത്തെ സംബന്ധിച്ച് പറയും. അപ്പോ കടമുള്ള ഒരു ഹാജിയാണ് എങ്കിൽ ആ കടം അയാൾ വീട്ടിട്ട് വേണം അയാൾ ഹജ്ജിന് പുറപ്പെടേണ്ടത്. അതല്ല എങ്കിലോ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വേണം. ഇനി ഒരു യാത്രയാണല്ലോ, ആ യാത്രയിൽ അയാൾ തിരിച്ചു വരുമോ ഇല്ലയോ ഉറപ്പില്ല, പറയാൻ പറ്റുമോ? മനുഷ്യന്റെ കാര്യം പെട്ടെന്നാണ്. ഇപ്പോ ഇന്നലെ ഒരു മരണം നടന്നു. നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. പെട്ടെന്നായിരുന്നു. അവര് ആഹാരമെല്ലാം കഴിച്ചു, ഭർത്താവിനും വെച്ച് വിളമ്പി എല്ലാം കൊടുത്തു, ഇനി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് ഒരു നെഞ്ചുവേദന പോലെ വന്നത്. നടന്നാണ് കാറിൽ കയറുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവരുടെ ഇത് കുറഞ്ഞു പോവുകയാണ്, പൾസ് കുറയുന്നു. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. പെട്ടെന്നാണ് മരണം. അപ്പം ഇത് മരണം ഏത് സമയത്തും എങ്ങനെയും കടന്നു വരാനുള്ള ഒന്നാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഒരു വർഷം ഇനിയുണ്ട്, ഇനിയും എനിക്ക് ചെറുപ്പക്കാർ വിചാരിക്കും എനിക്ക് ഇനിയും വർഷങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ പെട്ടെന്നാണ് മരണം പിടികൂടുന്നത്. മരണം ഒരാളെ പിടിക്കുന്നത് മുക്കി ലഭിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ മരണം ഒരാൾ നിശ്ചയിച്ചാൽ അത് ആ സമയത്ത് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ കടബാധ്യതയിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് ഇന്ന ബാധ്യതകളൊക്കെ ഉണ്ട്, അത് ഞാൻ വന്നുകൊണ്ട് വീട്ടാം, അതല്ല എങ്കിൽ നിങ്ങൾ അത് ഇന്ന പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. അപ്പൊ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പിണക്കവും വഴക്കും ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ, അവരാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് പിണക്കമുണ്ട്, കുറേ നാളുകളായിട്ട് പിണങ്ങി പരസ്പരം മിണ്ടാതെയും പരസ്പരം ഒന്നും ബന്ധങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളായിട്ട് പിണങ്ങി നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, സ്വന്തം സഹോദരങ്ങൾ. എന്തിൻ്റെങ്കിലും പേരിലൊക്കെ ആയിരിക്കും, സ്വത്തിൻ്റെ പേരിലായിരിക്കും ഒക്കെ പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ഹജ്ജിന് പോകുമ്പോൾ അവരെന്ത് ചെയ്യണം? അവരും ഈ പിണക്കങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഹജ്ജിന് പോകുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അവരെ ചെന്ന് കാണണം. ഇനി ഒരുപക്ഷെ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നമ്മൾ പുറത്തു കൊടുക്കണം, അവരോട് നമ്മൾ ക്ഷമിക്കണം. വിശാലമായ മനസ്കത നമ്മൾ ആ വിഷയത്തിലൊക്കെ കാണിക്കണം. ഹജ്ജിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്നുള്ളതാണ്. അറിയപ്പെട്ട മാസങ്ങളാണ്. അതായത് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. അങ്ങനെ മാസങ്ങൾ 3 മാസങ്ങൾ ഹജ്ജിന്റെ മാസങ്ങളായിട്ട് പഠിപ്പിച്ചു തരികയാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളിൽ റജബ് കൂടി
ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ ആ അറിയപ്പെട്ട മാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആരെങ്കിലും ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചാൽ, ഹജ്ജിന് നിയ്യത്ത് ചെയ്താൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, സ്ത്രീ പുരുഷ സംസർഗമോ അതേപോലെ തോന്നിയവാസമോ വഴക്കോ പാടില്ല എന്ന്. അപ്പോൾ വഴക്കും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് വേണം അയാൾ ഹജ്ജിന് പുറപ്പെടാൻ. പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കണമെങ്കിൽ പൊരുത്തപ്പെടിപ്പിച്ച് വേണം പോകാൻ. പുറത്തു തരണം, തെറ്റുപറ്റി എൻ്റെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ ഞാൻ ഹജ്ജിന് പോകുന്നതിന് മുമ്പേ അവരോട് പറയണം, സഹോദര തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ പുറത്തു തരണം, ഞാൻ ഹജ്ജിന് പോകുകയാണ്, എൻ്റെ പാപങ്ങൾ അത് റബ്ബിലേക്ക് വിടരുത്, എനിക്ക് പൊരുത്തപ്പെടണം, മാപ്പ് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഹജ്ജിന് പോകേണ്ടത്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. വതസവ്വദൂ, നിങ്ങൾ എന്ത് ചെയ്യണം? യാത്രക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുക. ഹജ്ജിന് പോകുന്ന ആളുകൾ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ അതിലെല്ലാം പെട്ടു, എല്ലാ കാര്യങ്ങളും പെട്ടു. ഈ വക കാര്യങ്ങളെല്ലാം അതിൽ ഉൾച്ചേർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ വക കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാം ഇവിടെ ഇട്ടേച്ചുകൊണ്ട് എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരൊറ്റ പോക്ക് പോകുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഹജ്ജിന് വേണ്ടി നിങ്ങൾ യാത്രക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? ഫൈന ഖൈറസ്സാദി അത്തഖ്വ, ഏറ്റവും നല്ല ഉത്തമമായ ശ്രേഷ്ഠമായ വിഭവം എന്ന് പറയുന്നത്, ആ ഒരു കാര്യം എന്ന് പറയുന്നത് തഖ്വയാണ് എന്ന്. അപ്പൊ തഖ്വ വേണം. അപ്പൊ ഹജ്ജിന് പോകുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട് ആണല്ലോ, എല്ലാവർക്കും ഒരേപോലെ അവസരം ലഭിക്കുന്ന കാര്യവുമല്ല ഹജ്ജ് എന്ന് പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ലഭിക്കുന്ന അതാണ് ഹജ്ജിനുള്ള അവസരം എന്ന് പറയുന്നത്. കാരണം എന്താ? വലിയ ഒരു സാമ്പത്തിക ഭാരം അതിലുണ്ട്, വലിയൊരു സമ്പത്ത് വേണം. ഇന്നിപ്പോ 5, 6, 7 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഒരു ഹജ്ജിന് അത്രയും സമ്പത്ത് വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ പറഞ്ഞെന്താണ്? കഴിവുള്ളവർ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ആ ഭവനത്തിൽ തീർത്ഥാടനം നടത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. മനിസ്തതഅ ഇലൈഹി സബീല, കഴിവുള്ളവർ എന്ന് പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാവർക്കും സാധിക്കുന്ന സംഗതിയല്ല ഹജ്ജിന് പോക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം സാമ്പത്തികവും വേണം, അതേപോലെ ശാരീരികമായ എല്ലാ അവസ്ഥകളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹജ്ജ് എന്ന് പറയുന്ന ഈ കർമ്മം ഒരാൾക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കർമ്മം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് ചില തോന്നലുകളും വിചാരങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കാം. എന്താണ്? ഞാൻ ഹജ്ജിന് പോകുന്നു എന്നുള്ള ആ ഞാൻ ഭാവം. കാരണം എന്താണ് ഇവിടെ വലിയ ഒരു വലിയ കാര്യമാണല്ലോ, ഒരു വലിയ സമ്പത്തുകൾ മുടക്കിയിട്ടാണല്ലോ, എൻ്റെ സമ്പത്തിൽ നിന്നാണല്ലോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായേക്കാം. ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അയാളുടെ ഹജ്ജുകൾ പാഴായിപ്പോവും, അയാളുടെ മുടക്കിയ പണം വെറുതെയായിപ്പോവും. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഹജ്ജ് കല്യാണവും വലിയ ആരവും കൊട്ടും കുരവയും ഇട്ടുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആ തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തിട്ട്, സാധാരണ കല്യാണത്തിനാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യും. എന്നിട്ട് ആ ഓഡിറ്റോറിയം പോലും ബുക്ക് ചെയ്തിട്ട് വലിയ ഒരു
ഭക്ഷണം ഒക്കെ ഒരുക്കി ഒരു കല്യാണം പോലെ ഹജ്ജിന് പോകുന്ന ആളുകളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശ്രദ്ധിക്കണം, അവിടെയൊക്കെ റിയാൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. റിയാൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആളുകളെ കാണിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം. അങ്ങനെ വന്നാൽ അത് ഷിർക്കുൽ അസ്ഗറാണ്. എന്താണ് ചെറിയ ഷിർക്കിനെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിയായിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അത്തരം കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വിചാരം മനസ്സിൽ ഉണ്ടായാൽ നമ്മൾ ആ നിർവഹിക്കുന്നതെല്ലാം വെറുതെയായി പോകും. അതുകൊണ്ട് തഖ്വ ഏറ്റവും വേണ്ടത്. ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ അല്ലാഹ് പറഞ്ഞത് നിങ്ങൾക്ക് തഖ്വയുണ്ടാകണമെന്ന്. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ യാത്രയിൽ ഉടനീളം നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് തഖ്വയാണ് നിങ്ങളോടൊപ്പം ഉണ്ടാവേണ്ടത് എന്നാണ്. അതല്ലാതെ ഒരു ടൂർ പോകുന്ന മാനസികാവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം, എല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ വരാം, ഒരു ഇതാകുമല്ലോ, ഇപ്പൊ ഫ്രീ ആണല്ലോ എന്നൊക്കെ കരുതി ഒക്കെ പോവുകയാണെങ്കിൽ ആ ഒരു നിയ്യത്താണ് നിങ്ങൾ ലഭിക്കുക. ഹിജ്റ ചെയ്തു വന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദ്ദുനിയാ യുസീബുഹാ ഔ ഇംറഅത യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഇമാം ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ്. കുറെ ഹദീസുകളുടെ ശേഖരമുള്ള ആളാണ് ഇമാം ബുഖാരി. അതിൽ ഒന്നാമതായിട്ട് എടുത്തു കൊടുത്ത ഹദീസാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രവാചകൻ ഹിജ്റ ചെയ്തു വന്ന മക്കയിൽ നിന്ന് എത്രമാത്രം പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് വളരെ അകലെയുള്ള മദീനയിലെത്തിയ ആ സ്വഹാബി വര്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ വന്നത് അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ് നിങ്ങൾ ഹിജ്റ ചെയ്തു വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അതല്ല നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ് എങ്കിൽ, നിങ്ങളുടെ ദുനിയാവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുന്ദരിയായ പെണ്ണിനെയാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ വന്നിട്ടുള്ളതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്താണോ നിങ്ങൾ ലക്ഷ്യം വെച്ചത് അതേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു. നോക്കുക സഹോദരങ്ങൾ, അപ്പോ നിയ്യത്ത് വളരെ പ്രധാനമാണ്. തഖ്വ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം തഖ്വ നമുക്കുണ്ടാവണം. നമ്മുടെ ലക്ഷ്യം മാറി പോകാൻ പാടുള്ളതല്ല. അപ്പൊ പിണക്കുകളും വഴക്കുകളും ഒക്കെ ഉള്ളവർ സ്വാഭാവികമായിട്ടോ മനുഷ്യരായിട്ട് എങ്ങനെയായാലും തെറ്റുകളൊക്കെ മനുഷ്യൻ എന്നുള്ള നിലക്ക് വീഴ്ചകളും പോരായ്മകളും കുറവുകളും ഒക്കെ നമുക്ക് സംഭവിച്ചു പോകും. അപ്പോൾ ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഇല്ലാതെ ആക്കി പരിപൂർണമായ നല്ല ഒരു മനസ്സോടുകൂടി വേണം യാത്രക്ക് ഒരുങ്ങാനോ എന്നുള്ളതാണ്. പുറത്തു കൊടുക്കണം സ്വന്തം സഹോദരങ്ങളോട്, അതേപോലെ സമസൃഷ്ടികളോടൊക്കെ നമ്മൾ പുറത്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം, അവർക്ക് മാപ്പ് നൽകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരായത്ത് ഖുർആനിൽ അവതരിച്ചിട്ടുണ്ട്. സൂറത്ത് നൂറിലെ 22ാമത്തെ ആയത്താണ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅതി അൻ യുതു ഉലിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅതി, നിങ്ങളിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ പറയരുത്, പ്രതിജ്ഞ എടുത്ത് സത്യം ചെയ്യരുത്, ശപഥം ചെയ്യരുത്. ഉലുൽ കൊടുക്കുകയില്ല എന്ന്. ഉലിൽ ഖുർബ, ഈ കുടുംബ ബന്ധമുള്ളവർക്കും, അതേപോലെ വൽ മസാക്കീൻ സാധുക്കൾക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്നവർക്കും ഒന്നും ഞാൻ കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. എന്താ അതിന്റെ പശ്ചാത്തലം? പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അപവാദം പറഞ്ഞു പരത്തി വേറൊരു സഹാബിയുമായിട്ട് ചേർത്ത് പറയുന്ന ഒരു സംഭവമുണ്ടായി.
ആ സംഭവത്തിൽ അബൂബക്കറിന്റെ ബന്ധുവായ ഈ മിസ്തഹ് കൂടി അതിൽ ഉൾപ്പെട്ടു ഉണ്ടായിരുന്നു. മിസ്തഹ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ മിസ്തഹിന് ഒന്നും നൽകുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശാലമായ മനസ്കനായിരുന്നു, കൊടുക്കുന്നയാളായിരുന്നു. കുറെ അടിമകളെയൊക്കെ വില കൊടുത്ത്, പറയുന്ന വിലക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെയൊക്കെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെ എല്ലാവർക്കും കൊടുക്കുവാൻ മനസ്സുള്ള ആളായിരുന്നു. ഈ ഒരു വിഷയത്തിൽ സ്വന്തം മകളെ കുറിച്ച് ആരാ സഹിക്കുക? ആർക്ക് സഹിക്കാൻ കഴിയും? അപ്പോൾ സ്വന്തം മകളെ കുറിച്ച് അങ്ങനെയുള്ള ഒരു അപവാദം പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഞാനിനി മിസ്തഹിന് ഒന്നും നൽകുകയില്ല. അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു, ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى واليتامى وأولي القربى والمساكين والمهاجرين في سبيل الله. ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്, കൊടുക്കുകയില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞു. വൽയഅഫു വൽയസ്ഫഹു, അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഖുർആന്റെ കൽപ്പനയാണ്. ഒരു സന്ദർഭം ഉണ്ടായിട്ട് ആ സന്ദർഭത്തിൽ പോലും അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്യട്ടെ എന്നാണ് ഖുർആന്റെ കൽപ്പന. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? സാധാരണ എന്താണ്, നമ്മൾ അള്ളാഹുവിനോട് കുറെ പൊറുക്കലിനെയൊക്കെ ചോദിക്കും, അള്ളാഹുവെ പുറത്തു തരണേ, റബ്ബെ പുറത്തു തരണേ. നമ്മൾ സ്വന്തം സഹോദരന് പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുകയുമില്ല. അതാ അള്ളാഹു ചോദിക്കുന്ന, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഈ പരസ്പരം പിണക്കത്തിലൊക്കെയാണ് എങ്കിൽ അവരെ ചെന്ന് കണ്ട് അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാവിധ പ്രശ്നങ്ങളും തീർത്ത് മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് വേണം ഒരു യാത്ര പോവേണ്ടത്. അതൊക്കെ ഈ ഹജ്ജിന് പോകുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങളും നമ്മളും, ഇതിപ്പോ ഹജ്ജിന് പോകണമെന്നും ഇല്ല കേട്ടോ. ഒരു വിശ്വാസികൾ പരസ്പരം 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല എന്നൊക്കെ ഹദീസുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ വിധത്തിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ ആ അതിഥികളാകുവാൻ, അള്ളാഹു സ്വീകരിക്കുന്ന ഹാജിമാരിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹലാലായ സമ്പാദ്യം, നല്ല സമ്പാദ്യവും കൊണ്ടുവേണം ഹജ്ജ് ചെയ്യാൻ. നല്ല സമ്പാദ്യവും ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ളത്, ഹലാലായ സമ്പാദ്യമായിരിക്കണം. എവിടുന്ന് എന്തെങ്കിലും തരത്തിൽ അന്യരുടെ ധനം അപഹരിച്ചെടുത്ത ആ രീതിയിൽ കൈവന്ന പണം കൊണ്ട് ഒരിക്കലും ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ. തീർച്ചയായും അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കണം. ഈ പ്രത്യേകിച്ചും ഹജ്ജിനൊക്കെ പോകുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഭവമാണ്. അപ്പം ആ കാര്യം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹലാലായ നല്ലതായ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഹജ്ജ് നിർവഹിക്കുക. എപ്പോഴും വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഹറാമും ഹലാലും. ഹറാമായ ഒരു നയാ പൈസ പോലും തൻ്റെ സമ്പാദ്യത്തിൽ
കൂടിക്കലരുന്നില്ല എന്ന് അവൻ ഉറപ്പിക്കേണ്ടതുണ്ട് സത്യവിശ്വാസി. ആ ഒരു വിഷയത്തിൽ അങ്ങനെയുള്ള ഹറാമ് കലർന്നതാണ് എങ്കിൽ, നമ്മുടെ ജീവിതം ഹറാമിനാൽ ഊട്ടപ്പെട്ടതാണ് എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യില്ല? നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അല്ലാ 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 എന്ന് വിളിക്കുകയാണ്. അയാൾ കുറെ ദീർഘമായി നടന്നു ക്ഷീണിച്ച് ഒക്കെ വന്നിട്ട് വിളിക്കുകയാണ്, അല്ലാഹ് അല്ലാ എന്ന് വിളിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അയാൾ ഉടുത്തിരിക്കുന്നത് ഹറാമാണ്, അയാൾ ഊട്ടപ്പെട്ടിരിക്കുന്നത് ഹറാമാണ്, എല്ലാം ഹറാമാണ്, അയാൾ അണിഞ്ഞിരിക്കുന്നത് ഹറാമാണ്. എങ്ങനെ അയാൾക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന്? അപ്പൊ സഹോദരങ്ങളെ, ഹജ്ജിന് പോകുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളാണല്ലോ. ഹജ്ജിന് വേറെ എന്താ ഉള്ളത്? ഓരോ സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. കൂടുതൽ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചും തന്നിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക. അതേപോലെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഒക്കെ പ്രാർത്ഥിക്കുക. അതാണല്ലോ ആ വേദി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യം ഹലാലായ സമ്പാദ്യം കൊണ്ടുള്ള ഹജ്ജായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ യാത്രക്ക് പോകുന്നവരോട് അവരോട് പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുന്നവരോട് പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് വേണ്ടി, അസ്തൗദിഉല്ലാഹു ദീനക വ അമാനതക വ ഖവാതിമ അമലിക എന്ന് പ്രവാചകൻ പറയുമായിരുന്നു. നമുക്കും പറയാം, അസ്തൗദിഉല്ലാഹു ദീനക വ അമാനതക വ ഖവാതിമ അമലിക എന്ന് പറയാം. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതാണ് നിന്റെ ദീനിനെയും നിന്റെ അമാനത്തുകളെയും നിന്റെ അമലിന്റെ പര്യവസാനവും, നിന്റെ അവസാന അമലുകൾ. ഏറ്റവും അവസാനം ആണ് അള്ളാഹ് നോക്കുക, ആദ്യമല്ല. അവസാനം എങ്ങനെയായിരിക്കും ഒരാൾ എന്നാ നോക്കുന്നത് അള്ളാഹു. എല്ലാം നന്നായിട്ടും എല്ലാം ചെയ്തിട്ട് അവസാനം കൊണ്ട് കലമുടച്ച് കളയുന്ന അവസ്ഥയുണ്ട്. എല്ലാം ഒറ്റ അടിക്ക് ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ റമദാനിൽ നോമ്പൊക്കെ നോറ്റിട്ട് ചില ആളുകൾ പിന്നെ എന്ത് ചെയ്യുക? അത് ഒറ്റ അടിക്ക് ഈ ടൈറ്റാനിക് പോയി ഇടിച്ചതുപോലെ എന്ത് ചെയ്യും? ഒറ്റ ഇടിയാണ്, അവിടെ പോയി എല്ലാം ഇടിച്ച് തകർന്നു പോവുകയാണ്. അങ്ങനത്തെ ഏർപ്പാടുണ്ട്. അപ്പം ഏറ്റവും അള്ളാഹു നോക്കുന്നത് നിന്റെ പര്യവസാനം, അമലിന്റെ പര്യവസാനം, അതും അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ പ്രാർത്ഥിക്കണം എന്ന് അവരോടും പറയുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പോവുകയല്ലേ, എൻ്റെ ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാര്യമായിട്ട് എനിക്ക് വേണ്ടി എനിക്ക് അസുഖമുണ്ട്, രോഗമുണ്ട്, ഇന്ന പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഉംറയ്ക്ക് അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയ സഹോദര, താങ്കളുടെ പ്രാർത്ഥനയിൽ എന്നെ മറക്കരുതേ, താങ്കളുടെ പ്രാർത്ഥനയിൽ എന്നെ മറക്കരുതേ. അതുകൊണ്ട് ഈ പോകുന്ന ആളുകളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്യാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞ് അയക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. യാത്ര പോകുന്നവരും നമ്മളും ഒക്കെ യാത്ര അയക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാജിമാരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരുടെയും ഉംറക്കാരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻ ദഅഉഹു അജാബഹു, അവർ പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. വൈൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അവർ പൊറുക്കലിനെ തേടിയാൽ അവർക്ക് പുറത്തു കിട്ടുന്നതാണ് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ആ വക കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുക, അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക. ആ രീതിയിൽ കൃത്യമായി നല്ല ഒരു ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത്
മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി ലക്ഷ്യം വെച്ചിട്ടുള്ള നിയത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെയും ഈ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, സഹോദരന്മാർ, എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ, സ്വാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആരോഗ്യപരമായി വിഷമിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഈ ലാലാജി ലൈബ്രറി ഹാളിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഒരു ഹജ്ജ് പഠന ക്ലാസ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളെ ഉണർത്തിയതാണ്. അത് നാളെയാണ് അസറിന് ശേഷം. നൗഷാദ് കരുവണ്ണൂർ എന്ന് പറയുന്ന ഈ ഹജ്ജിൻ്റെ അമീറായിട്ട് പോയി പരിചയമുള്ള ആളാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും ഒരു സ്നേഹത്താൽ പറയുകയാണ്. ആ സദസ്സിൽ പങ്കെടുത്ത് അതുമായിട്ട് പ്രൊജക്റ്റൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ സഹിതമൊക്കെയാണ് അത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.